ഫോണിൽ വൈറസ് വന്നാൽ നമ്മൾ അതിനെ റിമൂവ് ചെയ്താൽ മാത്രമേ ആ ഒരു ഫോൺ പ്രോപ്പർലി വർക്ക് ചെയ്യൂ. അതുപോലെ തന്നെ നമ്മുടെ മനസ്സ് പീസ്ഫുൾ ആവണമെങ്കിൽ നെഗറ്റീവ് പ്രോഗ്രാമിങ്ങിനെ നമ്മൾ ഉറപ്പായിട്ടും റിമൂവ് ചെയ്യണം. ഞാൻ അംബിക അജേഷ്, സർട്ടിഫൈഡ് ഹാപ്പിനെസ് കോച്ച് ആൻഡ് മൈൻഡ് പവർ ട്രെയിനർ. എൻ്റെ ഈ വീഡിയോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് കാണുന്നതെങ്കിൽ ദയവേതൊന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒരു കമൻറ്റ് പോസ്റ്റ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് സബ് കോൺഷ്യസ് മൈൻഡിനെ റീപ്രോഗ്രാമിംഗ് ചെയ്യുന്നത് എന്നതാണ് ഈ വീഡിയോയിലൂടെ പഠിക്കുന്നത്. കാരണം നമ്മൾ മനസ്സിലാക്കണം, കോൺഷ്യസ് മൈൻഡിന് 10% പവർ മാത്രമേ ഉള്ളൂ. സബ് കോൺഷ്യസ് മൈൻഡിനാണ് 90% പവറും ഉള്ളത്. അപ്പോൾ നമ്മൾ കോൺഷ്യസ് ആയിട്ട് എഫേർട്ട് എടുത്താൽ മാത്രമേ നമ്മുടെ ലൈഫിൽ സക്സസ് ഉണ്ടാവുള്ളൂ. പക്ഷേ അതിന് ആരുടെ സപ്പോർട്ട് വേണം? സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ സപ്പോർട്ടോട് കൂടി നമ്മൾ കോൺഷ്യസ് ആയിട്ട് എഫേർട്ട് എടുത്താൽ നമ്മുടെ ലൈഫിൽ നമ്മൾ ഉറപ്പായും മാറും. അപ്പോൾ ജീവിതം മാറണമെങ്കിൽ പുറത്തെ സാഹചര്യമല്ല മാറേണ്ടത്. എന്ത് ചെയ്യണം? നമ്മൾ സബ് കോൺഷ്യസ് മൈൻഡിനെ റീപ്രോഗ്രാമിംഗ് ചെയ്യണം. അപ്പോൾ ഈ വീഡിയോയിലൂടെ നമ്മൾ പഠിക്കുന്നത് ഏതൊക്കെ വേസിലൂടെയാണ് നമുക്ക് സബ് കോൺഷ്യസ് മൈൻഡ് റീപ്രോഗ്രാമിംഗ് ചെയ്യാൻ പറ്റുന്നത് എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ 1 by 1 പോയിന്റ്സ് ഞാൻ നിങ്ങൾക്ക് അത് പറഞ്ഞുതരാം. നിങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം. ഓക്കെ, നിങ്ങളുടെ തോട്ട്സ് നിങ്ങൾ നിരന്തരം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം. നമ്മൾ എന്താണ് ചിന്തിക്കുന്നത് എന്നൊരു ബോധത്തിലിരിക്കണം. നെഗറ്റീവ് തോട്ട്സ് ആണെങ്കിൽ അതിനെ ബോധപൂർവ്വം നമ്മൾ ക്യാൻസൽ ചെയ്തിട്ട് അതിന് പകരം നമ്മൾ പോസിറ്റീവ് തോട്ട്സ്, നമ്മുടെ സക്സസ്സിലേക്ക് നയിക്കുന്ന തോട്ട്സ്, നമ്മൾക്ക് സന്തോഷം ജനിപ്പിക്കുന്ന തോട്ട്സ്, അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു അടുത്തൊരു ഗോളിന് വേണ്ടിയിട്ടുള്ള തോട്ട്സ്, അത് നമ്മൾ ബോധപൂർവ്വം ചിന്തിച്ചുകൊണ്ടേയിരിക്കണം. അപ്പോൾ റിപ്പീറ്റ് ചെയ്യുന്ന തോട്ട്സ് ബിലീഫ്സ് ആകുന്നു. ബിലീഫ്സ് എന്താകുന്നു? റിയാലിറ്റി ആയി മാറുന്നു. അഫർമേഷൻസ് നിരന്തരം പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക. സബ് കോൺഷ്യസ് മൈൻഡ് റെപ്പിറ്റേഷൻ ഇഷ്ടപ്പെടുന്നു. അതുകൊണ്ട് നമ്മൾ ഡെയിലി നിരന്തരം പറയുന്ന അഫർമേഷൻസ്, ഞാൻ ഭയങ്കര കോൺഫിഡൻ്റ് ആണ്, ഞാൻ പവർഫുൾ ആണ്, എന്നിലേക്ക് സക്സസ് വന്നുകൊണ്ടേയിരിക്കുന്നു, ഞാൻ അനുനിമിഷം സക്സസ്ഫുൾ ആയിക്കൊണ്ടേയിരിക്കുന്നു, പണം എന്നിലേക്ക് വിവിധ മാർഗങ്ങളിലൂടെ വന്നുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെ എന്തൊക്കെയാണ് അഫർമേഷൻസ് നമുക്ക് വേണ്ടത്? അത് നമ്മൾ നിരന്തരം പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കണം. ഒരു ദിവസമോ 2 ദിവസമല്ല, കണ്ടിന്യൂസ്ലി നമ്മളത് അഫർമേഷൻസ് നമ്മൾ ലൈഫിൽ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കണം. പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെ വേണം ചെയ്യാൻ? നമ്മൾ ഭയങ്കര ഫീലിങ്ങോടുകൂടി നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. റിപ്പീറ്റഡ് അഫർമേഷൻസ് സബ് കോൺഷ്യസ് മൈൻഡിൽ പുതിയ ബിലീഫ്സ് ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങും. വിഷ്വലൈസേഷൻ പ്രാക്ടീസ് ചെയ്യണം. കണ്ണടച്ച് നമ്മുടെ ഡ്രീം ലൈഫ്, നമ്മുടെ ഹെൽത്തി ഫാമിലി ലൈഫ്, നമ്മുടെ ഹെൽത്തി ബോഡി, നമ്മുടെ പീസ്ഫുൾ മൈൻഡ്, നമ്മൾ ഭയങ്കര ഫൈനാൻഷ്യൽ ഫ്രീഡത്തിൽ ജീവിക്കുന്നു, നമ്മൾ സക്സസ്ഫുൾ കരിയർ ലൈഫ്, അത് നമ്മൾ നിരന്തരം നമ്മൾ വിഷ്വലൈസ് ചെയ്തുകൊണ്ടിരിക്കണം. സബ് കോൺഷ്യസ് മൈൻഡ് ഇമാജിനേഷനെ റിയാലിറ്റി പോലെ സ്വീകരിക്കും. നെക്സ്റ്റ് വൺ, നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് മസ്റ്റായിട്ട് പ്രാക്ടീസ് ചെയ്യണം. ഗ്രാറ്റിറ്റ്യൂഡ് നിരന്തരം പ്രാക്ടീസ് ചെയ്താൽ നമ്മുടെ ഹാപ്പിനെസ് വർദ്ധിക്കും. നമ്മുടെ ആ ഒരു മനസ്സ് ലാക്ക് മൈൻഡിൽ നിന്ന് നമ്മൾ അബണ്ടൻസിലേക്ക് പോകും. പിന്നെ ഒരുപാട് അബണ്ടൻസ് നമ്മളിലേക്ക് വരും. നമ്മളുള്ള അനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞാൽ കൂടുതൽ നമുക്ക് അനുഗ്രഹങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. നന്ദി പറയാൻ വേണ്ടിയിട്ട് ഡെയിലി പറയും. രാവിലെ എഴുന്നേറ്റ ഉടനെ എൻ്റെ ഇന്നത്തെ ദിവസത്തിന് നന്ദി, താങ്ക് യു ഫോർ ഓൾ ദി ബ്ലെസ്സിങ്സ് ഇൻ മൈ ലൈഫ് എന്ന് നമ്മൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കും. പിന്നെ ഡെയിലി മെഡിറ്റേഷൻ ചെയ്യുക. മെഡിറ്റേഷൻ മസ്റ്റായിട്ട് ചെയ്യണം. വേർഡ്സ്, നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന വേർഡ്സ് ഭയങ്കരമായിട്ട് പവർഫുള്ളാണ്. വേർഡ്സ് എന്ന് വെച്ചാൽ മന്ത്രാസ് പോലെ ആക്ട് ചെയ്യുന്നതാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ എനിക്ക് കഴിയില്ല എന്ന് വെച്ചാൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് കഴിയാത്തൊരവസ്ഥയിലേക്ക് തന്നെ എത്തും. അതിന് പകരം എന്ത് പറയണം? ഞാൻ ഭയങ്കര കോൺഫിഡൻ്റ് ആണ്. അങ്ങനെ നമ്മൾ ഓരോ കാര്യങ്ങളും നമ്മൾ ഭയങ്കര വേർഡ്സ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഭയങ്കര ശ്രദ്ധിച്ച് വേണം യൂസ് ചെയ്യണം. പിന്നെ ആക്ട് ആസ് ഇഫ് ടെക്നിക്. ആക്ട് എന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി നമുക്ക് തീരെ കോൺഫിഡൻസ് ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഭയങ്കര കോൺഫിഡൻ്റ് ഉള്ള ഒരു പേഴ്സണെ പോലെ ആക്ട് ചെയ്യണം. സക്സസ് നിങ്ങൾക്ക് വേണോ? സക്സസ്ഫുൾ പേഴ്സണെ പോലെ നിങ്ങൾ ആക്ട് ചെയ്തുകൊണ്ടിരിക്കും. നമ്മളപ്പോൾ ആക്ട് ആസ് ഇഫ് എന്ന് പറയും. നമ്മൾ അതുപോലെ നമ്മൾ ഓൾറെഡി ഇപ്പം തന്നെ ആക്ട് ചെയ്യണം. പിന്നെ എന്ന് വെച്ചാൽ നമ്മൾ രാവിലെ ആദ്യത്തെ ഒരു 30 മിനിറ്റ്സ് എഴുന്നേറ്റുടനും രാത്രി കിടക്കുന്നതിന് തൊട്ട് മുന്നേയുള്ള 30 മിനിറ്റ്സ് നമ്മൾ എന്തിനു വേണ്ടി യൂസ് ചെയ്യണം? നമ്മൾ ഈ അഫർമേഷൻസ് പറയാനും വിഷ്വലൈസേഷന് വേണ്ടിയിട്ടും ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യാൻ എല്ലാത്തിനും വേണ്ടിയിട്ട് നമ്മൾ ബോധപൂർവ്വം യൂസ് ചെയ്യണം. ബാക്കി ടൈം യൂസ് ചെയ്യാം, പക്ഷേ ഈ ഒരു ടൈമാണ് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് വളരെ ആക്റ്റീവായിട്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ടൈം നമ്മൾ അതിനു വേണ്ടി യൂസ് ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കണം.
നമ്മൾ ബിലീവ് ഇൻ യുവർ സെൽഫ്. നമ്മൾ ആദ്യം എന്താ വേണ്ടത്? പലർക്കും ഇല്ലാത്തത് എന്താണ്? നമ്മളെ തന്നെ വിശ്വാസമില്ല. നമ്മളെ തന്നെ വിശ്വാസം ഇല്ലാണ്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്തിട്ട് കാര്യമുണ്ടോ? ഒരിക്കലുമില്ല. അപ്പോൾ നമ്മൾ നമ്മളെ തന്നെ ആദ്യം വിശ്വസിക്കുക. സെൽഫ് ബിലീഫാണ് സക്സസിൻ്റെ ഫൗണ്ടേഷൻ എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. നെക്സ്റ്റ് വൺ, കുഞ്ഞു കുഞ്ഞു വിജയങ്ങൾ പോലും നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാൻ പഠിക്കണം. നമ്മൾ കുഞ്ഞു കുഞ്ഞു ചെറുതായിക്കോട്ടെ, പക്ഷെ ആ ഒരു സക്സസ് നമ്മൾ ലഭിച്ചാൽ നമ്മൾ അതിനെ ഭയങ്കരമായിട്ട് നമ്മൾ സന്തോഷിക്കാൻ നമ്മൾ ശ്രമിക്കണം. പിന്നെ ഹാപ്പിനെസ് ആണ് എല്ലാത്തിൻ്റെയും സീക്രട്ട്. നമ്മളെപ്പോഴും നമ്മൾ ഭയങ്കര ഹാപ്പി ആയിട്ട് ഇരിക്കാൻ നോക്കണം. ചിലർക്കൊന്നും ചിരി വരികയില്ല. ആദ്യം കുറച്ച് ചിരി ആക്ട് ചെയ്യുക, പിന്നെ അത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ ലൈഫിലേക്ക് വരും. പിന്നെ നമ്മുടെ സ്ട്രെങ്ത്തിനെ നമ്മൾ ഉറപ്പായിട്ടും തിരിച്ചറിയണം. നമുക്ക് ഒരുപാട് ടാലൻസ് ഉണ്ട് പലർക്കും, പക്ഷെ നമ്മൾക്ക് ആരും അതിനെ തിരിച്ചറിയുന്നില്ല. നമ്മൾ എന്താ ചെയ്യലും, പലരും അതിനെ ഇഗ്നോർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് പകരം നമ്മുടെ സ്ട്രെങ്ത്തിനെ നമ്മൾ തിരിച്ചറിയണം. പിന്നെ നെക്സ്റ്റ് എന്ന് വെച്ചാൽ നമ്മുടെ ലൈഫിൽ ഒരുപാട് വാല്യൂസിനോട് നമ്മൾ കണക്ട് ചെയ്യണം. എന്തൊക്കെ വാല്യൂസാണ്? ഹോപ്പ്, സക്സസ്, കോൺഫിഡൻസ് തുടങ്ങിയ വാല്യൂസുമായിട്ട് നമ്മൾ കണക്ട് ചെയ്തിട്ട് വേണം നമ്മൾ ജീവിക്കാൻ വേണ്ടിയിട്ട്. വാല്യൂസ് അലൈൻഡ് ലൈഫിന് എന്താ ചെയ്യും? മൈൻഡിന് ഭയങ്കര ക്ലാരിറ്റി നൽകും. വാല്യൂസ് അലൈൻഡ് ആയിട്ടുള്ള ഒരു ലൈഫ്. പിന്നെ പോസിറ്റീവ് എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. പോസിറ്റീവ് എൻവയോൺമെൻറ്റ് എന്ന് വെച്ചാൽ നമ്മൾ നെഗറ്റീവ് ആളുകളിൽ നിന്ന് കുറച്ച് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുക. കാരണം എന്താണെന്ന് വെച്ചാൽ നെഗറ്റീവ് ആളുകളും നെഗറ്റീവ് എൻവയോൺമെൻറ്റും നമ്മുടെ മനസ്സിനെ വീക്കാക്കും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക. ആ ഒരു ആൾക്കാരെന്ന് വെച്ചാൽ നമ്മുടെ സർക്കിൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുക. നമ്മുടെ സർക്കിൾ ഭയങ്കര പോസിറ്റീവായിട്ട് കീപ്പ് ചെയ്യാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. പിന്നെ വിഷൻ ബോർഡ് എന്ന് വെച്ചാൽ എന്താണ്? നമ്മുടെ ഡ്രീംസൊക്കെ നമ്മളൊരു ചാർട്ട് പേപ്പറിൽ നമ്മൾ ഒട്ടിച്ച് വെക്കണം. നിരന്തരം നമ്മളത് കണ്ടുകൊണ്ടിരിക്കണം. അപ്പോൾ നമ്മളത് നിരന്തരം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ സബ് കോൺഷ്യസ് മൈൻഡിന് ഇത് മനസ്സിലാവില്ല. അത് ഇമാജിനേഷനാണോ റിയാലിറ്റി ആണോ എന്ന് മനസ്സിലാവില്ല. നമ്മളെപ്പോഴും കാണുന്നൊരു സ്ഥലത്ത് ആ വിഷൻ ബോർഡ് നമ്മളങ്ങനെ ക്രിയേറ്റ് ചെയ്തിട്ട് ഇങ്ങനെ വെക്കണം. ഒരു പ്രാവശ്യം മെനക്കെടേണ്ട ഒരു പണിയല്ലേ ഉള്ളൂ. പിന്നെ നമ്മളത് നിരന്തരം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം പോകുമ്പോൾ കണ്ടുകൊണ്ടിരിക്കണം. പിന്നെ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് നമ്മൾ ഡെവലപ്പ് ചെയ്യണം. സിറ്റുവേഷൻ എത്ര മോശമായിക്കോട്ടെ, എന്നാൽ പോലും നമ്മൾ പറയണം, എനിക്ക് ഇതിൽ നിന്ന് എന്ത് പഠിക്കാൻ പറ്റും, അല്ലെങ്കിൽ അതിൽ നിന്ന് എന്തൊരു സൊല്യൂഷൻ, നമ്മൾ അതിൽ നിന്ന് എങ്ങനെയാണ് ഒരു സൊല്യൂഷൻ കണ്ടെത്തുക. അതാണ്, പ്രശ്നങ്ങളില്ലാത്തതല്ല, ആ പ്രശ്നങ്ങളോട് നമ്മൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്നതിലാണ് നമ്മളെ കാര്യം. അതേപോലെ പോസിറ്റീവ് ഹാബിറ്റ്സ് എന്ന് വെച്ചാൽ എന്താണ്? മോർണിംഗ് റൂട്ടീൻ, മെഡിറ്റേഷൻ, റീഡിങ് ഹാബിറ്റ്, എക്സസൈസ്, ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിങ്, അങ്ങനെ വിഷ്വലൈസേഷൻ തുടങ്ങിയ ഹാബിറ്റ്സ് നമ്മളെ ലൈഫിൽ നമ്മൾ മസ്റ്റായിട്ടും കൊണ്ടുവരണം. ഡെയിലി നമുക്ക് ആദ്യമെല്ലാം മടിയായിരിക്കും, പക്ഷെ നിങ്ങൾ കുറച്ച് ദിവസം നമ്മൾ കണ്ടിന്യൂസ്ലി പ്രാക്ടീസ് ചെയ്താൽ നമുക്ക് പിന്നെ ആ ഒരു പ്രാക്ടീസിൽ നിന്ന് നമുക്ക് വിട്ടുമാറാൻ തോന്നില്ല. പിന്നെ നമ്മൾ ഡെവലപ്പ് ചെയ്യേണ്ട മൈൻഡ് സെറ്റ് എന്താണ്? ഗ്രോത്ത് മൈൻഡ് സെറ്റ് നമ്മൾ ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ റിലേഷൻഷിപ്സ് എല്ലാം നമ്മൾ നല്ല റിലേഷൻഷിപ്സ് മെയിൻറ്റെയിൻ ചെയ്യുക. എങ്ങനത്തെ റിലേഷൻഷിപ്സ്? നമ്മൾ അപ്ലിഫ്റ്റ് ചെയ്യുന്ന ആളുകളോടുമായിട്ട് നമ്മൾ കണക്ട് ചെയ്യണം. അല്ലാണ്ട് നമ്മളോട് നിന്നെ കൊണ്ടത് പറ്റില്ല അങ്ങനത്തെ ആൾക്കാരുമായിട്ട് നമ്മൾ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ നമ്മളൊന്ന് പ്രോത്സാഹിപ്പിച്ച് വിടുന്ന ആൾക്കാരുമായിട്ട് നമ്മൾ ഉറപ്പായിട്ടും കൂട്ടുകൂടണം. പിന്നെ നമുക്ക് ഒരുപാട് ടാലൻസ് ഉണ്ടാവും. എന്തൊക്കെയാണ്? ഡാൻസ്, മ്യൂസിക്, ഡ്രോയിങ്, റൈറ്റിംഗ്, അങ്ങനത്തെയൊക്കെ നമ്മൾ ഒന്നും കൂടി നമ്മൾ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരണം. ക്രിയേറ്റിവിറ്റി മൈൻഡിന് നമ്മൾ ഭയങ്കരമായിട്ടുള്ളൊരു ഹീലിംഗ് കൊടുക്കും. പിന്നെ നമ്മൾ പോസിറ്റീവ് സെൽഫ് കെയർ ആക്ടിവിറ്റീസ് ചെയ്യുക. നമ്മൾ ആവശ്യത്തിന് റെസ്റ്റ് എടുക്കുക. പിന്നെ എന്താണ്? ഹെൽത്തി ഫുഡ് കഴിക്കുക. മൈൻഡിനും ബോഡിക്കും നമ്മൾ വേണ്ടത്ര കെയർ കൊടുക്കുക. എപ്പോഴും സ്റ്റേ മോട്ടിവേറ്റഡ്. നല്ല മോട്ടിവേഷണൽ വീഡിയോസ് കാണുക, നമുക്ക് ഇൻസ്പിറേഷൻ തരുന്ന. പിന്നെ നമ്മൾ ബുക്സ് വായിക്കുക. ബുക്സ് അറ്റ്ലീസ്റ്റ് ഡെയിലി ഒരു പേജെങ്കിലും വായിക്കുക. ഒരു പേജ് വായിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഒരു പാരഗ്രാഫ് വായിക്കാത്തവർ ഒരു ലൈനെങ്കിലും ഡെയിലി വായിക്കുക. നെക്സ്റ്റ് വന്ന് വെച്ചാൽ നമ്മൾ പ്രോഗ്രസ്സിൽ ഫോക്കസ് ചെയ്യുക. നമ്മളെല്ലാവരും പെർഫെക്ഷന് വേണ്ടി വെയിറ്റ് ചെയ്യും. പെർഫെക്റ്റ് ആവണ്ട, ജസ്റ്റ് എന്തേലും പ്രോഗ്രസ് ഉണ്ടെങ്കിൽ മതി. നെക്സ്റ്റ് വൺ, നമ്മൾ പ്രസൻറ്റ് മൊമെൻറ്റിൽ ജീവിക്കാൻ പഠിക്കണം. പലരും എങ്ങനെ പാസ്റ്റിലെ കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ട് വിഷമിക്കും, അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ വരാൻ പോകുന്ന കാര്യങ്ങൾ നമ്മൾ കണ്ടിന്യൂസ്ലി ആലോചിച്ചിട്ട് വിഷമിക്കും. അപ്പോൾ അതിന് പകരം നമ്മൾ പ്രസൻറ്റ് മൊമെൻറ്റിൽ ജീവിക്കാൻ നമ്മൾ പഠിക്കണം. പ്രസൻറ്റ് മൊമെൻറ്റിൽ എന്ന് വെച്ചാൽ നമ്മൾ മൈൻഡ്ഫുൾനെസ്സിൽ ജീവിക്കാൻ പഠിക്കണം. പിന്നെ നെക്സ്റ്റ് വൺ, ഒരുപാട് നെഗറ്റീവ് ഇമോഷൻസ് നമ്മൾ ട്രിഗർ ചെയ്യുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ എങ്ങനെ റിയാക്ട് ചെയ്യേണ്ടതെന്നൊക്കെ നമുക്കൊരു ബോധം വേണം. പിന്നെ നമുക്കൊരു മെൻറ്ററിൻ്റെ കീഴിൽ നമ്മൾ വർക്ക് ചെയ്യുന്നത് ഭയങ്കര നല്ലതാണ്. നമുക്കൊരു പോസിറ്റീവ് റോൾ മോഡൽസ് ഉണ്ടായാൽ നമുക്ക് ഒരുപാട് ലേൺ ചെയ്യാൻ പറ്റും അവരിൽ നിന്നൊക്കെ. സക്സസ്ഫുൾ ആൻഡ് നമുക്ക് നല്ല ഒരു ഇൻസ്പിറേഷനൊക്കെ കിട്ടുന്ന ആളുകളിൽ നിന്ന്. പിന്നെ മിസ്റ്റേക്സിൽ നിന്ന് നമ്മൾ ഉറപ്പായിട്ടും ലേൺ ചെയ്യണം. ഒരു മിസ്റ്റേക്ക് വന്നാൽ നമ്മളവിടെ വിഷമിച്ചിരിക്കാണ്ട് എന്തൊക്കെ അതിൽ നിന്ന് ലേൺ ചെയ്യാൻ പറ്റുമെന്ന് മനസ്സിലാക്കണം. പിന്നെ പല കാര്യങ്ങളും ലെറ്റ് ഗോ ചെയ്യണം. ലെറ്റ് ഗോ എന്ന് വെച്ചാൽ അതൊന്ന് വിട്ടുകളയണം. എന്തൊക്കെ? പെയിൻഫുൾ മെമ്മറീസ്, പിന്നെ ആങ്കേഴ്സ്, റിഗ്രറ്റ്സ് ഒക്കെ വിട്ടുകളയണം. നെക്സ്റ്റ് വൺ, നമ്മൾ ഫോർഗീവ്നെസ്
പ്രാക്ടീസ് ചെയ്യണം. നമ്മൾ മറ്റുള്ളവരോടൊക്കെ ക്ഷമിക്കണം. അതുപോലെ നമ്മൾ നമ്മളോടും ക്ഷമിക്കണം. അല്ലാണ്ട് നമ്മൾ മനസ്സിലിങ്ങനെ ഭയങ്കര ദേഷ്യവും പകയൊന്നും വെച്ച് നടക്കരുത്. ഫോർഗീവ്നെസ് മൈൻഡിനെ ഭയങ്കരമായിട്ട് ലൈറ്റാക്കും. നിരന്തരം എല്ലാ ദിവസങ്ങളും ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ എഴുതണം. പിന്നെ നമ്മളെ തന്നെ അപ്രീഷിയേറ്റ് ചെയ്യണം. സെൽഫ് അപ്രീസിയേഷൻ മസ്റ്റാണ്. സെൽഫ് അപ്രീസിയേഷൻ, പിന്നെ അതിൻ്റെ കൂടെ എന്താണ്, പോസിറ്റീവ് സെൽഫ് ടോക്ക് പ്രാക്ടീസ് ചെയ്യുക. പിന്നെ സെൽഫ് ലവ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ആദ്യം നമ്മളെ തന്നെ സ്നേഹിക്കണം. നമ്മളെ തന്നെ സ്നേഹിച്ചാലുണ്ടല്ലോ ബാക്കി എല്ലാവരും നമ്മളെ സ്നേഹിക്കും ഉറപ്പായിട്ട്. അപ്പോൾ നിങ്ങൾ ഡെയിലി എന്തായാലും സെൽഫ് ലവ് എന്തായാലും പ്രാക്ടീസ് ചെയ്യണം. പിന്നെ നമ്മുടെ മനസ്സിൽ കുറേ പണ്ടേ പ്രോഗ്രാമിങ് ചെയ്ത കുറേ കാര്യങ്ങളുണ്ടാവും, ആൾക്കാർ പറഞ്ഞത്, അതിനൊക്കെ നമ്മൾ റിമൂവ് ചെയ്യണം. പിന്നെ നമ്മുടെ ലൈഫിൽ നമ്മൾ ഗോൾസ് സെറ്റ് ചെയ്യണം. നമുക്ക് ഗോൾസ് വേണം. ചിലർക്കൊന്നും ഗോൾസ് ഇല്ല. അപ്പോൾ നമ്മൾ മസ്റ്റായിട്ട് നമ്മൾ ഗോൾസ് സെറ്റ് ചെയ്യണം. ലൈഫിന് എന്നാലും നമുക്കൊരു ക്ലിയർ ഡയറക്ഷനിലൂടെ പോകാൻ പറ്റും. പിന്നെ ഇതൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ സ്ഥിരതയോടെ പ്രാക്ടീസ് ചെയ്യണം. കൺസിസ്റ്റൻസിയാണ് റിയൽ പവർ എന്ന് പറയും. കൺസിസ്റ്റൻസിയാണ് ഇതിൻ്റെ എല്ലാം ഒരു എന്താണ് സക്സസ്സിലേക്ക് നയിക്കുന്ന ഏറ്റവും വലിയൊരു ഘടകം എന്താണ്, കൺസിസ്റ്റൻസിയാണ്. പിന്നെ നമ്മൾ പുതിയ ഐഡിയാസ് ആക്സെപ്റ്റ് ചെയ്യണം. നെക്സ്റ്റ് വൺ, പോസിറ്റീവ് ബോഡി ലാംഗ്വേജ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. നമ്മൾ പോസിറ്റീവ് ബോഡി ലാംഗ്വേജ് എന്ന് വെച്ചാൽ നല്ല സ്ട്രെയിറ്റ് ആയി നടക്കുക, ഭയങ്കര കോൺഫിഡൻസ് ആയിട്ട് സംസാരിക്കുക, പിന്നെ എപ്പോഴും നല്ലൊരു പുഞ്ചിരിച്ച മുഖം. എന്ന് വെച്ചാൽ നമ്മളെ ബോഡി ലാംഗ്വേജ് എപ്പോഴും എന്താണ്, നല്ലൊരു പോസിറ്റീവ് ആയിരിക്കണം. എന്ന് വെച്ചാൽ സബ് കോൺഷ്യസ് മൈൻഡിനെ പോലും ബോഡി ലാംഗ്വേജ് എഫക്റ്റ് ചെയ്യുന്നതാണ് പറയപ്പെടുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഡെയിലി റിപ്പീറ്റ് ചെയ്യുന്ന തോട്ട്സ്, ഇമോഷൻസ്, ഹാബിറ്റ്സ്, ബിലീഫ്സ് ഇവയൊക്കെ എന്തായി മാറും, അവസാനം നമ്മൾ ഡെസ്റ്റിനിയായി മാറും. നമ്മുടെ ലൈഫിൻ്റെ വിധി എഴുത്തുകാരാരാണ്? വേറെ ആരുമല്ല, നമ്മൾ തന്നെയാണ് നമ്മുടെ ലൈഫിൻ്റെ വിധി എഴുത്തുകാർ. അപ്പോൾ നമ്മുടെ മനസ്സിനെ നമ്മൾ എന്ത് ചെയ്യണം, പോസിറ്റിവിറ്റി കൊണ്ട് നമ്മൾ നിറയ്ക്കണം. മൈൻഡിനെ നമ്മൾ പോസിറ്റിവിറ്റി കൊണ്ട് നിറയ്ക്കാൻ ശ്രമിക്കണം. ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ തന്നെ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ നമ്മൾ റീപ്രോഗ്രാമിങ് ചെയ്യാൻ പറ്റും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസ് നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. താങ്ക്